Pakistan is in the grip of a disastrous economic crisis. ശ്രീലങ്കയ്ക്ക് ശേഷം നമ്മുടെ ഒരു അയൽരാജ്യം കൂടി സാമ്പത്തികമായിട്ട് തകർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പം കാണുന്നത്. അപ്പോൾ ഡെറ്റ് ഉയരുന്നതും പിന്നെ പണപ്പെരുപ്പം വർദ്ധിക്കുന്നതുകൊണ്ടും പാകിസ്ഥാന് അവരുടെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതായത് IMFനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു. അതായത് ഈ ഒരു മോശം ഇക്കണോമിക് സിറ്റുവേഷനിൽ നിന്ന് കര കയറാം എന്നൊരു പ്രതീക്ഷയിലാണ് അവരിത് ചെയ്തത്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, അതുപോലെ സോവറൻ ഇൻസ്റ്റെബിലിറ്റിയുടെ ഒക്കെ ഒരു കൊടും കാറ്റിന് നടുവിലാണ് അവരുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രബിൾ എന്ന് പറയുന്നത് നല്ലൊരു സൈൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ അതുപോലെ തന്നെ ലോകമെമ്പാടും ഇസ്ലാമാബാദിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ കെയർഫുള്ളി ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനി റുപ്പിയൊക്കെ റെക്കോർഡ് ലോ ലെവലാണ് എത്തിയേക്കുന്നത്. അടുത്തൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്യൂവൽ പ്രൈസ് ഒക്കെ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് അവരുടെ ജനങ്ങളുടെ ബേസിക് നീഡ്സ് പോലും മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. पेट्रोल इतना महंगा कर दिया है कि हमारी पोस्ट से तो बाहर हो गया. अब बेहतर यही है कि हम तो खड़ी करेंगे गाड़ी, जब बचेगा ही नहीं कुछ तो फ़ायदा क्या चलाने का. അപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോൾ ഫുഡ് അതുപോലെ പവർ ക്രൈസിസിലാണുള്ളത്. അതുപോലെ പണപ്പെരുപ്പം കൂടുന്നതുകൊണ്ട് തന്നെ ആളുകൾക്കൊരു പ്രോപ്പർ ഫുഡ് കഴിക്കാൻ പോലും അഫോർഡ് ചെയ്യാൻ പറ്റാണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്രോൾ പമ്പ് അതുപോലെ ഗ്യാസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാറുകളുടെ ഒരു വലിയ ക്യൂ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഫ്യൂവൽ ഷോർട്ടേജ് കാരണം. ഇനിയിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഫ്ലോർ പ്രൈസ് ഒക്കെ കൂടുന്നുണ്ട്. അതായത് 10 കിലോ ഗോതമ്പ് പൊടിയുടെ വില നോക്കുകയാണെങ്കിൽ 1500 രൂപ വരെ എത്തിയിട്ടുണ്ട്. അപ്പം ഈവൻ പാകിസ്ഥാനിലെ ആളുകൾ ഈ ഗോതമ്പ് കൊണ്ടുപോകുന്ന ലോറികളൊക്കെ ബൈക്കിൽ ചേസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ പാകിസ്ഥാൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് എത്തിയത്? അപ്പം ഈ ഒരു കോംപ്ലക്സ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി അവർ എന്താണ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇന്ത്യക്ക് ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ അവിടെ ആവശ്യമുണ്ടോ? സോ നമുക്ക് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലെ പ്രോബ്ലം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. പാകിസ്ഥാനിലെ ഈ ഒരു ക്രിട്ടിക്കൽ ഇക്കണോമിക് സിറ്റുവേഷൻ അത് പണ്ടേ മുതലുള്ളതാണ്. അപ്പോൾ 1958 തൊട്ട് ബെയിൽ ഔട്ടിന് വേണ്ടി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഡോർ അവർ 23 തവണ മുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ അത് മുമ്പൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ്. അതായത് പാകിസ്ഥാൻ ഇക്കോണമി തകർച്ചയുടെ വക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ ഒന്നും കൂടി കുലുങ്ങിയേക്കുവാണ്. അതായത് പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷരീഫ് റീസെന്റ് പെട്രോൾ അതുപോലെ ഡീസൽ പ്രൈസ് കൂട്ടിയേക്കുവാണ്. ഇനിയിപ്പം ഇവിടെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്രാൻ ഖാന്റെ റൂളിന്റെ അണ്ടറിൽ IMF ബെയിൽ ഔട്ട് പാക്കേജ് പാകിസ്ഥാൻ അതിജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ പോലും ഇക്കോണമി സൊല്യൂഷൻ നോക്കിക്കൊണ്ട് IMF റെഗുലേറ്റർ പാകിസ്ഥാൻ ഗവൺമെന്റ് പലതവണ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫ്യൂവൽ സബ്സിഡി കട്ട് ചെയ്യാൻ. പക്ഷേ ഒന്നല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് ഗവൺമെന്റ് ഇത് കേൾക്കാൻ നിന്നിട്ടില്ല. और डीजल की कीमतें आसमान को छू रही हैं. तेल पैदा करने वाले मुल्कों से लेकर तरक्की याफ्ता ममालिक समेत सब इस शदीद माशी सूरत हाल से दो चार हैं. लेकिन साबिक हुकूमत ने अपने सियासी फायदे के लिए सब्सिडी का ऐलान कर दिया जिसकी कौमी खजाने में कोई गुंजाइश नहीं थी. പിന്നെ പാകിസ്ഥാൻ ജനതയുടെ കണ്ടീഷൻ അതുപോലെ തന്നെ ഇക്കോണമി ഒക്കെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ഷഹബാസ് ഷരീഫ് ഫൈനലി ഫ്യൂവൽ പ്രൈസ് കൂട്ടാൻ തീരുമാനിച്ചു. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ ഒക്കെ ഫ്യൂവൽ സപ്ലൈ ഷോർട്ട് ആയപ്പോൾ പെട്രോൾ പമ്പ്സ് ഒക്കെ ഡ്രൈ ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ പമ്പിന്റെ ഒക്കെ മുമ്പിലൊക്കെ വലിയ ക്യൂ വരാൻ വേണ്ടിയിട്ടും തുടങ്ങി. ഇപ്പം പെട്രോൾ പ്രൈസ് കൂടിയാൽ ബാക്കി ബേസിക് അതുപോലെ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ പ്രൈസ് ഒക്കെ നല്ല രീതിയിൽ കൂടും. അപ്പോൾ വേൾഡ് ബാങ്ക് പറയുന്നത് ഇന്ന് ഏകദേശം പാകിസ്ഥാനിൽ 60 ലക്ഷം ആളുകൾ ഫുഡ് ഇൻസെക്യൂരിറ്റിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷേ ഇത് സെപ്റ്റംബർ 2023 തൊട്ട് ഡിസംബർ 2023 ഇടയ്ക്ക് 85 ലക്ഷം വരെ എത്തുമെന്നാണ് ന്യൂസ്. അപ്പോൾ ഇതുകൂടാതെ ഹോസ്പിറ്റലിലൊന്നും ബേസിക് മെഡിസിൻസ് പോലും ലഭിക്കുന്നില്ല. ഇനിയിപ്പം എന്തൊക്കെ വരും എന്നുള്ളത് ആർക്കറിയാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പല നെസസിറ്റീസും ഷോർട്ടേജ് വരാം ഇനി. അപ്പം പാകിസ്ഥാനിൽ പവർ കട്ട് അതുപോലെ ഇമ്പോർട്ടിന് വേണ്ടിയുള്ള ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അതായത് ഇമ്പോർട്ടിന് വേണ്ടിയുള്ള ബാങ്ക് പേയ്മെന്റ് ഗ്യാരണ്ടിയുടെ ഒക്കെ ഈ നോൺ ഇഷ്യൂവൻസ് കാരണം പാകിസ്ഥാനിലെ സിറ്റുവേഷൻസ് ഒക്കെ വേഴ്സ് ആണ് ഇപ്പം. Now, as you see, Pakistan has been hit by a major power outage. Cities like Lahore, Islamabad, Karachi have been plunged into darkness. Cash-strapped Pakistan's economy is now continuously sinking deeper into the quagmire. അപ്പോൾ സിറ്റുവേഷൻസ് വളരെ മോശമാണ്, എസ്പെഷ്യലി സിന്ധ്, ബാൽചോസ്ഥാനിലൊക്കെ. അപ്പം ഇവിടെയൊക്കെ ഫ്ലോർ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ തുറന്ന് പറയുകയാണെങ്കിൽ ആളുകൾ ഫുഡിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ ഇനി മുന്നോട്ടേക്ക് തുടരുകയാണെങ്കിൽ പാകിസ്ഥാനിലെ ഇക്കണോമിക് ക്രൈസിസ് ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആയിട്ട് മാറും. അപ്പോൾ 48-year ഹൈ പി റെക്കോർഡിൽ 28% ഇൻഫ്ലേഷൻ പാകിസ്ഥാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യേണ്ടതായി വരുന്നത്. അവരുടെ സെൻട്രൽ ബാങ്ക് അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന് അവരുടെ റിസർവിൽ $3 ബില്യൺ റിസർവ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിപ്പോൾ പാകിസ്ഥാന്റെ മേജർ ഇമ്പോർട്ട്സ് ലൈക്ക് ഇപ്പോൾ ക്രൂഡ് ഓയിലിന് പോലും തികയുന്നില്ല. മാത്രമല്ല എക്സ്റ്റേണൽ ഡെറ്റ് $130 ബില്യൺ സർവീസ് ചെയ്യാൻ പോലും തികയില്ല.
അപ്പോൾ നിങ്ങൾക്കറിയാവോ ഇന്ത്യ പോലെ തന്നെ പാകിസ്ഥാനും അവരുടെ എനർജി നീഡ്സിന് വേണ്ടി ക്രൂഡ് ഓയിൽ അതുപോലെ തന്നെ കോൾ ഇമ്പോർട്ട്സിനാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അവരുടെ കറൻസി ഇടിയുന്നതും അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസ് കാരണം അവരുടെ ഇമ്പോർട്ടൊക്കെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തെ ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇക്കണോമിക് ട്രാൻസാക്ഷൻ്റെ ഒരു റെക്കോർഡാണ്. പാകിസ്ഥാൻ ഈ ഒരു എനർജി ക്രൈസിസ് സോൾവ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റൊക്കെ ഇപ്പോൾ നേരത്തെ അടയ്ക്കുവാണ്. അതുപോലെ തന്നെ മാരേജ് ഹോൾ അതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവർ ബാൻ ചെയ്തു. അതുപോലെ പ്രൊഡക്ഷനൊക്കെ അവർ കുറയ്ക്കുവാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം പാകിസ്ഥാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടായിട്ടുള്ള നിലവിലുള്ള അവരുടെ നെഗോസിയേഷൻസ് അത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പാകിസ്ഥാന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ആയിരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഈ ഒരു പ്രോഗ്രാം നവംബർ 2022 മുതൽ ഹോൾഡിൽ വെച്ചേക്കുവാണ്. ബിക്കോസ് പാകിസ്ഥാൻ്റെ ഫൈനാൻസ് മിസ്റ്റർ ഇഷക് ദാർ പാകിസ്ഥാൻ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് മാർക്കറ്റ് ഫോഴ്സിന് വിട്ടുകൊടുക്കാനുള്ള IMFൻ്റെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനി റുപ്പി ആർട്ടിഫിഷ്യലി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തു. അപ്പോൾ ഇതേ സമയത്ത് പാകിസ്ഥാൻ അവരുടെ അയൽ രാജ്യത്തിൻ്റെ സഹായം നേടാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ അവിടെയും അവർ പരാജയപ്പെട്ടു. ഫൈനലി പാകിസ്ഥാൻ ലീഡർഷിപ്പിന് മുന്നോട്ടേക്ക് ഒരു വഴിയും കാണുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അതായത് വേറൊരാളുടെ പണത്തിൽ ജീവിക്കുന്നതിലും സ്വന്തം സ്ട്രെങ്ത്തിൽ നിൽക്കുന്നതാണ് ബെറ്റർ എന്ന്. The country is in dire straits. It has just 3 weeks worth of cash left. Inflation is at a 48-year high. Thousands of containers are held up at ports. Banks are refusing payments. Pakistan is in a shambles. പക്ഷേ ആക്ച്വലി എങ്ങനെയാണ് പാകിസ്ഥാൻ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്? അപ്പം പാകിസ്ഥാൻ ഇന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്തേക്കുന്ന കടം കൊണ്ടാണ്. അപ്പോൾ അവരുടെ ഡെറ്റ് സൈക്കിൾ അവർ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തായിരുന്നല്ലോ അവരുടെ എക്സ്റ്റേണൽ ഡെറ്റ് വരുന്നത് $130 ബില്യൺ ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഡെറ്റ് ടു GDP റേഷ്യോ വരുന്നത് 70% ആണ്. അതുപോലെ തന്നെ നിങ്ങളിതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഗവൺമെൻറ് ആനുവൽ റവന്യൂവിൻ്റെ 40 മുതൽ 50% ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡെറ്റ് ക്രൈസ് പാകിസ്ഥാൻ്റെ മോശം അതുപോലെ ഷോർട്ട് സൈറ്റഡ് ഇക്കോണമിക് പോളിസികൾ കാരണമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നോൺ ഡെവലപ്മെൻറ്റൽ അതുപോലെ തന്നെ ഇക്കണോമിക്കലി അൺവയബിൾ പ്രോജക്ട്സ് ഒക്കെ ലോങ് ടേം ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അതുപോലെ എക്സ്റ്റേണൽ ബോറോയിങ് ത്രൂ ഫണ്ട് ചെയ്തത് ഒരു ഹാംഫുൾ ഡിസിഷൻ തന്നെയായിരുന്നു അവർക്ക്. പിന്നെ US ഡോളർ അഗൈൻസ്റ്റ് പാകിസ്ഥാനി റുപ്പി കണ്ടിന്യൂസ്ലി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഇവരുടെ ഫോറിൻ ഡെറ്റ് ഇത്രയും കൂടാൻ ഒരു കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ 26 ജാനുവരി 2023 പാകിസ്ഥാനി റുപ്പി ഡോളർ അഗൈൻസ്റ്റ് 9.6% ആണ് ഡിപ്രീഷിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 20 വർഷങ്ങളിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ബിഗ്ഗസ്റ്റ് വൺ ഡേ ഡിക്ലൈൻ. റീസെൻ്റ്ലി പാകിസ്ഥാൻ്റെ ഫൈനാൻസ് മിനിസ്റ്റർ ഇഷക് ദാർ പാകിസ്ഥാനി റുപ്പി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇമ്പോസ് ചെയ്ത ആർട്ടിഫിഷ്യൽ ക്യാപ്പ് റിമൂവ് ചെയ്തു. പിന്നെ എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് ഫോഴ്സ് അവർ വർക്ക് ചെയ്തു. അപ്പോൾ പാകിസ്ഥാനി റുപ്പി പിന്നെയും നല്ല രീതിയിൽ ഇടിയാൻ തുടങ്ങി. അപ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പാകിസ്ഥാനിൻ്റെ മേലിലുള്ള ലോ കോൺഫിഡൻസ് അതുപോലെ ഇൻ്റർനാഷണൽ റേറ്റിംഗ് ഏജൻസിയിലുള്ള അപ്രൂവൽസ് ഒക്കെ കുറയുന്നത് കാരണം ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പാകിസ്ഥാനിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ 2018 FATF അതായത് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ ഇവർ ഗ്രേ ലിസ്റ്റിൽ വന്നു. അതായത് FATFൽ ഇവർ ഫൈനാൻഷ്യലി ഡിസാസ്റ്റർ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇപ്പോൾ ഒരു രാജ്യം FATFൻ്റെ ഗ്രേ ലിസ്റ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞാൽ ആ രാജ്യം ടെററിസ്റ്റ് ഫൈനാൻസിങ് അതുപോലെ തന്നെ മണി ലോണ്ടറിങ് പോലത്തെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ആ ഒരു രാജ്യത്തിനൊരു വേക്കപ്പ് കോളാണിത്. ബിക്കോസ് ഇത് കാരണം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അതുപോലെ തന്നെ ബാക്കി രാജ്യങ്ങളിൽ നിന്ന് റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് അതുപോലെ പെനാൽറ്റീസ് ഒക്കെ വരും. ഇതുകൂടാതെ $1 ബില്യൺ പ്രൊജക്റ്റായ CPEC അതായത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ പ്രൊജക്ട് കാരണം അവരുടെ ഡെറ്റ് ബേർഡൻ വീണ്ടും കൂടി. അപ്പോൾ 2014 ചൈനീസ് ഡെറ്റ് $47 ബില്യൺ നിന്ന് ഇന്ന് അത് $64 ബില്യൺ ആയിട്ടുണ്ട്. ഇപ്പം പാകിസ്ഥാനെ സഹായിക്കാൻ വേറെ ആരും ഇല്ലെങ്കിൽ അവർക്ക് ചൈന അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ കോംപ്ലിക്കേറ്റഡ് ലോൺ ടേംസ് അക്സെപ്റ്റ് ചെയ്യുക എന്നല്ലാതെ വേറൊരു വഴിയുമില്ല. പാകിസ്ഥാനിലെ സെൻട്രൽ ബാങ്ക് സജസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ പാകിസ്ഥാനിലേക്കുള്ള FDI ഇൻഫ്ലോസ് അവരുടെ GDPയുടെ 1% ക്രോസ് ചെയ്തിട്ടില്ല എന്നാണ്. സോ ഇത് കാരണം തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ പഴയ ലോൺ അടയ്ക്കാൻ വേണ്ടി പുതിയ ലോൺ നോക്കി പോകേണ്ടതായിട്ട് വരുവാണ്. അപ്പോൾ ഈ പഴയ ലോണൊക്കെ എടുത്തേക്കുന്നത് അതിലും പഴയ ലോൺ റീപേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ലോൺ എടുത്ത് പഴയ ലോൺ റീപേ ചെയ്യുക എന്ന് പറയുന്നത് ദുരന്തത്തിലേക്കുള്ളൊരു വഴി തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇന്നിപ്പം ആ ഒരു സെയിം ഡെറ്റ് ട്രാപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പം എക്സ്പോർട്സ് കുറയുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ട്സ് കൂടുന്നുണ്ടും നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് ട്രേഡ് ഡിഫിസിറ്റ് സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും കുറയുന്നുണ്ട്. ഈ ഫാക്ടറും കൂടി മിക്സ് ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഷാർപ്പായിട്ട് ഡിക്ലൈൻ ആയിട്ടുണ്ട്. പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം ലോകമെമ്പാടും ക്രൂഡ് ഓയിൽ അതുപോലെ ഫുഡ് സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷന് കാരണമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടാനും കാരണമാക്കിയിട്ടുണ്ട് ഇത്. ഇപ്പം എക്കോണമി ഫുഡ് അതുപോലെ ഫ്യൂവൽ ഇമ്പോർട്ടിൽ റൺ ചെയ്യുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇൻഫ്ലേഷനൊക്കെ ഔട്ട് ഓഫ് കൺട്രോൾ ആവും. അപ്പോൾ ഇതുകൂടാതെ കഴിഞ്ഞ വർഷം ജൂൺ അതുപോലെ ഒക്ടോബർ
2022 പാകിസ്ഥാൻ അവരുടെ ചരിത്രത്തിൽ ഏറ്റവും മോശമായ ഫ്ലഡാണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഓൾറെഡി മോശമായിട്ടുള്ള ഒരു ഇക്കണോമിക് കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അൺഫോർച്ചുനേറ്റ് നാച്ചുറൽ ഡിസാസ്റ്ററും കൂടി വന്നപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മോശമാക്കിയത്. അപ്പോൾ 33 ലക്ഷം ആളുകളാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലഡ് കാരണം പാകിസ്ഥാന് $30 ബില്യൺ നഷ്ടമാണ് ഉണ്ടായത്. അപ്പോൾ ഫ്ലഡ് മാത്രം കാരണം പാകിസ്ഥാന് ഫുഡ് ഗ്രെയിൻ അതുപോലെ ഇമ്പോർട്ടിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സോ പാകിസ്ഥാന് എങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാം, അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അവരുടെ മുന്നിലുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ഷോർട്ട് അതുപോലെ 2 വേർഡ്സിൽ പറയാൻ പറ്റുന്ന ഒന്നാണ് IMF ബെയിൽ ഔട്ട്. അപ്പോൾ ഈ ഒരു ആൻസർ എത്ര ഷോർട്ടാണ് അത്രയും ഷോർട്ടാണ് സൊല്യൂഷനും. അപ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്നുള്ളത്. അപ്പോൾ ക്യാഷ് സ്ട്രാപ്പ് പാകിസ്ഥാൻ ഫൈനലി അവരുടെ റിയാലിറ്റി അവർ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ 31 ജാനുവരി 2023 IMFിൻ്റെ കൂടെ ബെയിൽ ഔട്ട് നെഗോസിയേഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2019 പാകിസ്ഥാൻ IMFിൽ നിന്ന് $6 ബില്യൺ പാക്കേജ് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതായത് പാകിസ്ഥാൻ IMFിൻ്റെ ചില കണ്ടീഷൻസ് ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ലൈക്ക് ഇപ്പോൾ പെട്രോളിൻ്റെ സബ്സിഡി റിമൂവ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് കാരണം $7 ബില്യൺ പാക്കേജ് അവിടെ സ്റ്റാൾ ചെയ്തു. പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഫെബ്രുവരി 9 കൺക്ലൂഡ് ചെയ്യുന്ന ടോക്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. അതായത് ഈ ഒരു ഫണ്ടിൽ അറ്റ്ലീസ്റ്റ് $1.1 ബില്യൺ അവർ സെക്യൂർ ചെയ്യുമെന്ന്. പക്ഷേ ഡൊമസ്റ്റിക് അനലിസ്റ്റിന്റെ റിവ്യൂ കുറച്ച് ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഗവൺമെന്റ് ഈ ഒരു ടോക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. അപ്പം ഈ തവണ IMF അഡ്വേഴ്സ് കണ്ടീഷൻസ് ആയിരിക്കും പാകിസ്ഥാനിലേക്ക് ഇമ്പോസ് ചെയ്തത്. അപ്പോൾ ഇത് ഗവൺമെന്റ് അതുപോലെ സിറ്റിസൺസിനൊക്കെ അൺകംഫർട്ടബിൾ ആയിരിക്കും. എസ്പെഷ്യലി മൊത്തം രാജ്യം റെക്കോർഡ് ഇൻഫ്ലേഷൻ അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ പാകിസ്ഥാൻ സ്റ്റേറ്റ് ബാങ്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് രാജ്യം അവരുടെ $8 ബില്യൺ കടം അടുത്ത 5 മാസങ്ങളിൽ റീപേ ചെയ്തോളാണ്. അപ്പോൾ ഇതിൽ $5 ബില്യൺ മോസ്റ്റ്ലി റോൾ ഓവർ ആയിരിക്കും. പക്ഷേ ഇതിൽ $3 ബില്യൺ വേണ്ടി അവർ വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു അഡീഷണൽ $5 ബില്യൺ അവരുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിലേക്ക് ഫണ്ട് ചെയ്യണം. അപ്പോൾ ഒരു രാജ്യം കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാക്കുന്നത് ആ ഒരു രാജ്യത്തിന് ഇമ്പോർട്ടിലേക്കുള്ള അവരുടെ സ്പെൻഡിങ് എക്സ്പോർട്ട് ഇൻകത്തിൽ എക്സീഡ് ചെയ്യുമ്പോഴാണ്. ഇപ്പം നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ ഏകദേശം $9 മുതൽ $10 ബില്യൺ വേണം. അപ്പോൾ അവരുടെ എക്സ്റ്റേണൽ പൊസിഷൻ അതുപോലെ കറൻസി പൊസിഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ ഇത് അവർക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളതാണ്. IMF പ്രകാരം അടുത്ത 3 വർഷങ്ങളിൽ പാകിസ്ഥാന് $25 ബില്യൺ ആനുവലി അറേഞ്ച് ചെയ്യണം, ജസ്റ്റ് അവരുടെ ലോൺ അതുപോലെ ഇൻട്രസ്റ്റ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അവർക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാന് വേണമെങ്കിൽ ഈ ഒരു ലോൺ റീഷെഡ്യൂൾ ചെയ്യാനോ അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യാനോ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാം. പക്ഷേ ഈ ഒരു നീക്കവും വീണ്ടും ഒരു ഡെറ്റ് ട്രാപ്പിലേക്ക് തന്നെയായിരിക്കും എത്തിക്കുന്നത്. പാകിസ്ഥാന്റെ മുൻ ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നത് പാകിസ്ഥാൻ ഇനിയുള്ള ഒരേ ഒരു വഴി ഇവർക്ക് മുമ്പ് ലോൺ എടുത്ത രാജ്യങ്ങൾ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ലോങ് ടേം ലോൺസ് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ബിറ്റർ ഡിസിഷൻ എടുക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷനും അദ്ദേഹത്തിന്റെ അടുത്തില്ല. ചൈന അതുപോലെ തന്നെ സൗദി അറേബ്യ ഹെൽപ്പ് ചെയ്തേക്കാം അവരെ. പക്ഷേ ഇപ്പം ഫ്രണ്ട്ലി കൺട്രീസ് ഒക്കെ അവരുടെ സ്ട്രാറ്റജിക്ക് അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ഗെയിൻസിന് വേണ്ടി പാകിസ്ഥാന്റെ സിറ്റുവേഷനിൽ അഡ്വാൻറ്റേജ് എടുക്കാം. പിന്നെ അടുത്തൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ IMFിന്റെ സ്ട്രിക്റ്റ് കണ്ടീഷൻസ് ഗവൺമെന്റിന് ഇലക്ഷനിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തേക്കാം. A devastating suicide bomb rocked Pakistan with several killed and injured. The blast was orchestrated by the deadliest militant group in Pakistan. They hail from one of the most difficult terrains in Pakistan, a place which British colonialists called Hell's Door Knocker. They're not the Afghan Taliban and they're not fighting the US. Instead, they're aiming at Pakistan. ഇപ്പം പാകിസ്ഥാന്റെ ഇക്കണോമിക് കണ്ടീഷൻസ് മോശമാണ്, പക്ഷേ അയൽ രാജ്യങ്ങളിൽ നിന്ന് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് തിരിച്ചു വന്ന് പാകിസ്ഥാനിൽ ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. പക്ഷേ ഇന്ന് താലിബാൻ പാകിസ്ഥാൻ ഒരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ തെഹ്രീക്ക് താലിബാൻ കി പാകിസ്ഥാൻ TTP അതായത് പാകിസ്ഥാനിലെ സെക്യൂരിറ്റി സിറ്റുവേഷൻസ് വീണ്ടും മോശമാക്കി. അപ്പോൾ ഈ TTP അതായത് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇതിൽ പല ഇസ്ലാമിക് ആംഡ് മിലിറ്ററി ഗ്രൂപ്പ്സ് അഫ്ഗാൻ പാകിസ്ഥാൻ ബോർഡറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് 2020 തൊട്ട് പാകിസ്ഥാൻ ആർമി അതുപോലെ തന്നെ പോലീസിനെ ആക്റ്റീവ്ലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി അവർ ഗവൺമെന്റിനെ ഓവർടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അതായത് അഫ്ഗാനിസ്ഥാൻ താലിബാനെ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം പാകിസ്ഥാനിൽ ടെററിസം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മൊത്തം സിറ്റുവേഷൻ ഇക്കണോമിക്കൽ മാത്രമല്ല പൊളിറ്റിക്കലുമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഏപ്രിൽ 2022 നോ കോൺഫിഡൻസ് മോഷന് ശേഷം അതുപോലെ തന്നെ PM ചെയർ നഷ്ടപ്പെട്ടപ്പോൾ ക്രിക്കറ്റ് ടേൺ പൊളിറ്റീഷ്യൻ അതുപോലെ തന്നെ
ഫോമർ PM ഇമ്രാൻഖാൻ പാകിസ്ഥാനിൽ മുമ്പ് ആരും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇന്ന് ഇമ്രാൻഖാൻ പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു പോപ്പുലാരിറ്റിയുടെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് അവിടെയുള്ള ആർമി അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ മിസ് ചെയ്തു. അപ്പോൾ അവരവരുടെ പവറിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ തിരക്ക് കൂട്ടുകയാണ്. ബിക്കോസ് പാകിസ്ഥാനിൽ ഇലക്ഷൻ പെട്ടെന്ന് വരാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ അടുത്തൊരു 3 മാസത്തേക്ക് സർവൈവ് ചെയ്യാനുള്ള ക്യാഷ് പോലും ഇല്ലാത്ത രാജ്യത്തിലാണ് ഇത് നടക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇതേ സമയത്ത് രാജ്യത്തിലെ സാധാരണ ജനങ്ങൾ അവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുമാണ്. അതേ സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് അവിടെ അധികാരം നേടാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ്. ഇനി പാകിസ്ഥാന്റെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിനെ പറ്റി പറയുവാണെങ്കിൽ 1947 തൊട്ട് ഇന്ന് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ടോട്ടൽ 29 പ്രൈം മിനിസ്റ്റേഴ്സാണ് പാകിസ്ഥാനിലുള്ളത്. പക്ഷേ ആരും 5 ഇയർ ടേംസ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ന്യൂക്ലിയർ സ്റ്റേറ്റായ പാകിസ്ഥാൻ ലോകത്തിന് എപ്പോഴും ഒരു കണ്ണുണ്ടാവും. ബിക്കോസ് അവിടെ സിറ്റുവേഷൻസ് ഇനിയും മോശമായ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ കയ്യിലേക്ക് എത്തും. അത് ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ ഈ ഒരു സിറ്റുവേഷൻ ടോപ്പ് ലെവൽ ഇന്ത്യ ക്ലോസ്ലി മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ പ്രൊട്ടസ്റ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ടിവിസ്റ്റ് പറയുന്നത് അവിടെയുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യ ഈ ഒരു പോസിബിൾ റെഫ്യൂജ് ക്രൈസിസിന് പ്രിപ്പയർഡ് ആണോ? അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഇവിടെ സ്പെക്കുലേറ്റ് ആവുന്നുണ്ട്. പാകിസ്ഥാനിലെ ഇക്കണോമിക് ക്രൈസിസ് കാരണം ചൈനയുടെ ഇൻഫ്ലുവൻസ് അവിടെ മോസ്റ്റ്ലി കൂടും. അപ്പോൾ ഇത് കാരണം ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അത് ഇന്ത്യനെ ബാധിക്കും. ബിക്കോസ് ഇന്ത്യയിൽ ഈസ്റ്റേൺ ബോർഡറിൽ ചൈനയായിട്ടൊരു ടെൻഷൻ സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ 2021-22 ഇന്ത്യൻ പാകിസ്ഥാൻ ബൈലാറ്ററൽ ട്രേഡ് സെറ്റ് ചെയ്തേക്കുന്നത് $514 മില്യൺ ആയിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യൻ എക്സ്പോർട്സ് ആയിരുന്നു ഇതിൽ മെജോറിറ്റി. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിൽ ഈ ഒരു മോശം കണ്ടീഷൻ ഇന്ത്യയുടെ എക്സ്പോർട്സിനെയും ബാധിക്കും. സോ ജിയോ പൊളിറ്റിക്കലി കാര്യങ്ങളൊക്കെ ഡൈനാമിക് ആണ്. അപ്പോൾ ഇന്ന് പാകിസ്ഥാന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 9 ഇയർ ലോയിലാണ്, അതായത് $2.9 ബില്യൺ. ഇത് 2 ആഴ്ചത്തെ ഇമ്പോർട്ട്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ സാധിക്കുള്ളൂ. സോ ഇതുകൊണ്ട് തന്നെ 10th ഫെബ്രുവരിയിൽ ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 10 ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ ബെയിലൗട്ട് പാക്കേജ് കരാറിൽ IMF പാകിസ്ഥാൻ ഒഫീഷ്യൽസ് ഒരു പൊതുനില ഉണ്ടാക്കണമെന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾക്കറിയാവോ 2022 തുടക്കത്തിൽ ശ്രീലങ്കയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് $3.1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നത്. പക്ഷേ മാർച്ച് 2022 ആയപ്പോഴേക്കും റിസർവ് എംപ്റ്റി ആയി. അപ്പോൾ വർഷം 2023 ആയിട്ട് ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ശ്രീലങ്കയെ പാകിസ്ഥാനായിട്ട് റീപ്ലേസ് ചെയ്യുക. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ്റെ എൻഡിങ് ശ്രീലങ്ക പോലെ ആകുമോ? നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ റിമൈൻഡ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം നമുക്ക് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.